ഫോൺ വിളിച്ച് എന്റെ ഫോണിനെ ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്തിട്ടതാണ് ഇവിടെ ഉള്ളത് പക്കത്തുകാരി ആണല്ലേ അല്ലേ എല്ലാം പറയാൻ പറ്റുമോ പറ്റോ ആ രീതിയിലൊന്നും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ എനിക്കല്ലെങ്കിൽ ഞാൻ ചർച്ച ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഇരിക്കുകയാണ്. 5ഓളം വർക്കുകൾ ഈ വർഷം 3.5 വർഷം കൊണ്ട് 5ഓളം വർക്കുകൾ ഇട്ട് അറിയാലോ. ഇപ്പൊ ഒരു എഴുന്നൂറ് റോഡിന് 1.5 കോടി ബഡ്ജറ്റ് വർക്ക് കൂടെ പ്രഖ്യാപിച്ച ASI PSI വർക്ക് ആരംഭിക്കുകയാണ്. ആരെയും ഒരു പേടിയുമില്ല. എനിക്കല്ല പേടി. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കോൺട്രാക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹം വർക്ക് ചെയ്യുക, പൈസ കിട്ടുമ്പോ ഒന്നൊരു പേടി അദ്ദേഹത്തിനാണ്, എനിക്കില്ല. കാരണം എങ്കിൽ പിന്നെ ഇവിടെ കിടക്കുന്ന റോഡുകളെല്ലാം എങ്ങനെ ചെയ്തു അറിയാം. ഈ പഞ്ചായത്ത് എത്രമാത്രം വർക്ക് ചെയ്തിട്ടുള്ളതും അല്ലേ. എനിക്ക് കോൺട്രാക്ടറുടെ ഒരു അഭ്യർത്ഥനയും ഒരു അപേക്ഷയും മാത്രമാണ് എനിക്ക് വെക്കുവാനുള്ളത്. ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് പിന്തുണ തരും. പിന്നെ ഞാൻ അന്നും കോൺട്രാക്ടറോടും AXയോടും പറഞ്ഞത് എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് ചെയ്താൽ നമ്മൾ ആരെങ്കിലും പേടിക്കണോ? പേടിക്കണ്ടേ? എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് തന്നു ആ വർക്ക് ASI PSI എസ്റ്റിമേറ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ആ എസ്റ്റിമേറ്റിൽ പറയുന്ന വർക്ക് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കോട്ട് കോൺട്രാക്ടർ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇന്ത്യൻസിനെയോ ഒരു B4നെയോ ഒരു ഞങ്ങളിലോ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ധൈര്യപൂർവ്വം ഇതിന്റെ ഒരു അഭ്യർത്ഥന, ഒരു അപേക്ഷ ഇത് ചെയ്ത് ഇത് ജനങ്ങളുടെ മുന്നിൽ പാവപ്പെട്ട അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നേരത്തെ കുറെ അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ഒരുപാട് ആളുകൾ കൂട്ടറിന് വീഴുന്നുണ്ട്, കൈയൊടിയുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട്. അവർക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ഇദ്ദേഹത്തെ വിളിച്ച് അവർക്ക് 4 പ്രാവശ്യം കണ്ടിട്ടും ആരും എടുത്തില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു സാറിന് എടുക്കണ അവർക്ക് വലിയ വിഷയമുള്ള റോഡ് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു എടുത്ത മറ്റാരും എടുത്തില്ല. ഒരുപാട് കോൺട്രാക്ടർമാരെ വിളിച്ചു എടുത്തില്ല. ഒക്കെ ജയമയ്യെന്ന് പറഞ്ഞു ഇദ്ദേഹം എന്റെ കൂടെ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി കോൺട്രാക്ടർ ഇതിന് പിന്മാറരുത്. ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. തീർച്ചയായും ഇനി ഒരു ബുദ്ധിമുട്ടും പറയാതെ വർക്ക് അടിയന്തരമായി ചെയ്യാനുള്ള സംവിധാനവും വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ACBിലാണ്. എന്റെ ആ പറഞ്ഞ ആള് പോയി ഞങ്ങളുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്ന ഈ റോഡ് വഴിയാണ്, ആശുപത്രി കൊണ്ടുപോകുന്ന ഈ റോഡ് വഴിയാണ്. ചെയ്യുന്നത് ന്യായമായ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ കൂടെ നിൽക്കാം. നിങ്ങൾ പണി ചെയ്യുന്ന നാട്ടുകാരും അവിടെ രാഷ്ട്രീയം എല്ലാവർക്കും പറഞ്ഞോ പറഞ്ഞോ ചെയ്യേണ്ടത് ഒന്നെങ്കിലും നമ്മൾ ഈ നാട്ടുകാർ നമുക്ക് സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. MLA കൂടെ എന്നെ വിളിച്ചു ഞാൻ വരില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ വരൂല. MLA അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ വരൂല, ഞാൻ വന്നിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ വന്നിട്ട് പോകണം, നിങ്ങൾ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചാൽ മതി എന്നാണ് എന്നെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ ഉള്ള സത്യം പറഞ്ഞാൽ എന്നെ ഇപ്പോഴും വിളിച്ച് കുരുക്കുകയാണ് ചെയ്തത്. കുരുക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ സങ്കടത്തോടു കൂടി പറയാൻ പറ്റും. എനിക്ക് പൈസ കിട്ടാതെ വന്നാൽ എന്റെ ഒരു കുടുംബമാണ് ഇല്ലാതെ വരും. ഞാൻ മാത്രമല്ല, ഒരു കുടുംബം ഇല്ലാതെ വരും. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. അതിന് തടസ്സം നിൽക്കുന്നു ആരും അറിയില്ല. ഒരു കുടുംബം എന്റെ കൂടെ നിൽക്കുന്ന എന്റെ മക്കളും ഞാനുമാണ് യഥാർത്ഥത്തിൽ ഇത് ഇല്ലാതാവുന്നത്. ആ ഓർത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ കോടതിയിൽ പോയി 50,000 രൂപ മുടക്കി ഓർഡർ വാങ്ങി. 50,000 രൂപ എനിക്ക് ഓർഡർ വാങ്ങിക്കാൻ എന്തിനാണെന്നറിയാം? അതിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഞാന് നിങ്ങൾക്ക് ഇത് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഈ കുണ്ടും കുഴിയും വേണമെങ്കിൽ ഞാൻ അടച്ചു തരാം. എന്നെ എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു വാക്ക്, നിങ്ങൾ 3 പേര് പറഞ്ഞതുകൊണ്ട് ഞാനൊരു വാക്ക് പറയാം. പരമാവധി ഞാൻ
വേണ്ടി ശ്രമിക്കും. അല്ല, അതിന് ചിലപ്പോ എന്റെ പൈസ കിട്ടാതെ വന്നാൽ ഞാൻ നിങ്ങളെ എല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതലപ്പെട്ടവര് നിങ്ങൾക്ക് കൂടെ ഏത് ഉണ്ടാവും. പൈസ നടന്നേ പറ്റൂ. പൈസ വാങ്ങിച്ച് തരാനുള്ള നടപടികൾ നമ്മൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സപ്പോർട്ട്. നിങ്ങൾ പൈസ തരണമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ പാർട്ടിക്കാരും അവിടെ ചിലപ്പോൾ മറ്റു ചിലര് പറഞ്ഞു പഠിപ്പിക്കുന്നത് എല്ലാവരുടെയും സമ്മർദ്ദത്തെ മാനിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ വക്ക പണയക്കിട റോഡിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു യോഗമാണ് അടിയന്തരമായിട്ട് ഇന്ന് നടന്നത്. അനുവദിച്ച വർക്ക് ചെയ്യാൻ വന്നപ്പോൾ ചില സംഘടനകൾ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കാലമായി റോഡ് വളരെയധികം ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ഇതായി കാണുന്നു. നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്തും ഒക്കെ വളരെയേറെ MLA ഉൾപ്പെടെയുള്ളവരെ വഴക്ക് പറയുന്ന ഒരു സമീപനമാണ് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചത്. ഇന്ന് കോൺട്രാക്ടർ ഉൾപ്പെടെ CE ഉൾപ്പെടെ പഞ്ചായത്ത് പ്രതികൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് അത് ചെയ്യാമെന്ന് അടിയന്തരമായും ചെയ്യാമെന്ന് കോൺട്രാക്ടർ ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. V4 എന്ന് പറയുന്ന സംഘടനയാണ് ചെയ്യാതാക്കിയിരിക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് V4നോട് പറയുകയാണ്, അദ്ദേഹം ചെയ്യേണ്ട. V4 എന്ന് പറയുന്ന സംഘടന ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ. അദ്ദേഹം കോൺട്രാക്ടർക്ക് വിട്ടുകൊടുക്കാമെന്നാണ് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ. MLA എന്നുള്ള നിലയ്ക്ക് ഈ വർക്ക് ഇവിടെ കൊണ്ടുവന്നത് ചെയ്യുവാനും ജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുവാനും വേണ്ടിയാണ് വർക്ക് ഇവിടെ കൊണ്ടുവന്നത്. കൃത്യതയോടുകൂടി അത് ചെയ്യുവാൻ ധൈര്യമുള്ള ഒരു MLA ആണ്. കൃത്യമായി അത് ചെയ്തിരിക്കും. അതുകൊണ്ട് കൃത്യതയോടുകൂടി ഇത് ചെയ്യുവാൻ വേണ്ടിയുള്ള കമ്മിറ്റിയാണെന്ന് വിളിച്ചത്. കോൺട്രാക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാമെന്നും വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ PWDയും കൂടി ഏറ്റെടുത്തുകൊണ്ട് വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട വർക്കുകൾ അടിയന്തരമായി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ അടിയന്തരമായും ലെവൽസ് എടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ഇപ്പം റീസ്റ്റോർ ചെയ്യുന്ന ഭാഗം ചെയ്തുകൊണ്ട് നമുക്ക് അടിയന്തരമായി പണി നടത്താമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സ്പെസിഫിക്കേഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതല്ല അവർ പറയുന്നത്. ഞാനത് അദ്ദേഹത്തെ ഇപ്പോഴും നേരത്തെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരെയും പേടിക്കേണ്ട. ഒരു എസ്റ്റിമേറ്റ് തരുമ്പോൾ ആ എസ്റ്റിമേറ്റ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ നമ്മൾ ആരെയും പേടിക്കേണ്ട. അത് ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാം കറക്റ്റാണ്. അപ്പോൾ അത് ചെയ്താൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പറയുന്ന കാര്യം എസ്റ്റിമേറ്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കൃത്യതയോട് ചെയ്യാൻ നമുക്ക് ആരെയും പേടിക്കേണ്ട, ചെയ്യാനും പറ്റും. മാപ്പിൾ അസോസിയേറ്റ്സ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ, ഗവൺമെന്റ് ITCക്ക് സമീപം, വട്ടപ്ലാമൂട്, വർക്കല.